കഥയുടെ തുടക്കത്തിൽ അന്ന എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയോട് ഒരു ഹൊറർ സ്റ്റോറി പറയുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അയാൾ പറയുന്ന കഥയിലെ ഈ കാടിന് വെളിയിലെ വൈൽഡ് ലിങ് എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ട്. അത് കുട്ടികളെ മാത്രമാണ് കൊല്ലുന്നത്. അച്ഛൻ എന്തായാലും അതിനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് മോളൊരിക്കലും ഈ ബേസ്മെന്റ് വിട്ട് പുറത്തേക്ക് പോകരുത് എന്നുള്ളൊരു കഥ അന്നയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അന്ന എന്ന് പറഞ്ഞ ആ ചെറിയ പെൺകുട്ടി ഈ ബേസ്മെന്റിനുള്ളിൽ ട്രാപ്പഡാണ്. അവൾക്ക് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല. തൻ്റെ ജനാലയിലൂടെ പുറത്ത് കാണുന്ന കാഴ്ചകൾ മാത്രമാണ് അവൾ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം അന്ന തൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേൾക്കാതെ വെളിയിലേക്ക് പോകാൻ വേണ്ടി ആ ഡോർ തുറക്കാൻ ഡോറിലേക്ക് വന്ന് പിടിക്കും. പക്ഷെ അവളുടെ കയ്യിൽ ഷോക്ക് അടിക്കും. അവൾ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ ചെയ്ത കാര്യമാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ വീണ്ടും അന്നയെ കാണാൻ വന്ന് അന്നയോട് പറയും, മോളെ പേടിക്കേണ്ട ആവശ്യമില്ല, ആ മോൺസ്റ്ററിനെ ഞങ്ങൾ കൊന്നു. എന്നിരുന്നാലും എനിക്കൊരു ഉറപ്പില്ല, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അന്ന പറയും, സോറി അച്ഛാ, ഞാനിത് ഡോർ തുറക്കാൻ ശ്രമിച്ചു, അതിനെന്നോട് ക്ഷമിക്കണമെന്ന് പറയും. കുഴപ്പമില്ല മോളെ, ആ ഷോക്ക് നിന്നെ വലിയ രീതിയിൽ ഏൽക്കത്തില്ല എന്ന് പറയുമ്പോൾ അന്ന പറയും, അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോൾ വെളിയിൽ ഇറങ്ങാം എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ മുഖം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ വീണ്ടും പേടിപ്പിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്നുള്ള കാര്യം തന്നെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അന്നയുടെ ബർത്ത്ഡേ ആയി. അതുപോലെ അന്ന ഈ ബേസ്മെന്റിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടിനായിട്ട് അയാൾ ഒരു ഹാംസ്റ്ററിനെ കൊണ്ടുകൊടുക്കും. അപ്പോൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിഞ്ഞ അവൾക്ക് ആകെ കൂട്ടായിട്ടുള്ളത് ആ ഹാംസ്റ്റർ മാത്രമാണ്. അങ്ങനെ ആ ഹാംസ്റ്ററിനോടൊപ്പം അവൾ ആ ബേസ്മെന്റിൽ ജീവിക്കാൻ തുടങ്ങാണ്. മഞ്ഞുകാലം, ശൈത്യകാലം, ഇങ്ങനെ പല കാലങ്ങളും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അന്ന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹാംസ്റ്റർ, അവൾക്കുണ്ടായിരുന്ന ആകെയുള്ള ഒരു സുഹൃത്ത്, അത് മരിച്ചുപോയി. പക്ഷെ അതിൻ്റെ മരണം അന്നയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ലോകം അത് മാത്രമായിരുന്നു. അങ്ങനെ അയാൾ ആ ചത്ത ഹാംസ്റ്ററിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അയാളൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ടിനെ എന്തായാലും നല്ലൊരിടത്ത് കുഴിച്ചിടാം, അവിടെ നിന്നും അവനൊരു ചെടിയായിട്ട് വളർന്നു വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന ഉറങ്ങാനായിട്ട് കിടക്കാണ്. പിന്നീട് അവൾ കണ്ണു തുറക്കുന്നത് കാടിനുള്ളിൽ നിന്നും. എങ്ങനെയാണെന്ന് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ അവൾ ആ കട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരിടത്തായിട്ട് അവളുടെ അച്ഛൻ പറഞ്ഞ ആ ഒരു മോൺസ്റ്റർ ഉണ്ടല്ലോ, അത് ഒരു മനുഷ്യ ശരീരം കടിച്ചു തിന്നാണ് അവൾ കാണുന്നത്. ഇത് കാണുന്നതും അന്ന നല്ലതുപോലെ പേടിക്കും. പിന്നീടാണ് അവൾ മനസ്സിലാക്കുന്നത് അത് വേറെ സ്വപ്നമായിരുന്നു എന്ന്. അങ്ങനെ അടുത്ത ദിവസം അയാൾ അന്നയുടെ ബെഡിൽ രക്തം കണ്ടുപിടിക്കും. വേറെ ഒന്നുമല്ല, അവൾ പ്രായപൂർത്തിയായി. ഇത് മനസ്സിലാക്കി അയാൾ എന്താ ചെയ്യുന്നതെന്നറിയോ, അന്നയോട് പറയും, നിനക്ക് അസുഖമാണ്, അതുകൊണ്ട് തന്നെ ഈ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കുത്തിവെക്കണം, എന്നാലേ ഈ അസുഖം മാറത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്നയുടെ ദേഹത്തേക്ക് അയാൾ ഒരു മരുന്ന് കുത്തിവെക്കും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. ഇപ്പോൾ അന്നയ്ക്ക് 16 വയസ്സായി. ഇപ്പൊ കാണിക്കുമ്പോൾ അന്ന വളരെ വീക്കാണ്. അധികകാലം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അയാൾ ഇപ്പോഴും നിർത്താതെ തന്നെ ആ ഒരു മരുന്ന് അവളുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൾ വീക്കായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അന്ന അവളുടെ അച്ഛനോട് പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് കുഴിച്ചു മൂടിയതുപോലെ എന്നെയും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൂടെ, എന്നെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ കഴിയാൻ പറ്റത്തില്ല എന്നവൾ പറയുമ്പോൾ ഇത് അയാൾക്ക് കേട്ടിട്ട് നല്ല വിഷമമുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അയാൾ ഒരു തോക്കുമായിട്ടാണ് അകത്തേക്ക് വരുന്നത്, അന്നയെ കൊല്ലാൻ വേണ്ടി. അന്ന ഇത് കണ്ട് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അന്നയോട് സോറി പറയും. എന്നിട്ട് ആ തോക്കെടുത്ത് അയാളുടെ വായിലേക്ക് വെച്ച് അയാൾ സ്വയം ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന ഇപ്പോൾ കണ്ണു തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിനകത്ത് നിന്നും. കണ്ണു തുറക്കുമ്പോൾ തന്നെ അവൾ എവിടെയാണെന്ന് അവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള വഴി അവൾ കണ്ടുപിടിച്ച് ഈ വെളിച്ചം വരുന്ന ഭാഗത്തേക്ക് അവൾ ഓടിക്കയറും. അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴാണ് അവൾ ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത് തന്നെ. സൂര്യപ്രകാശവും അവളെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അവളുടെ ബോധം പോയിട്ട് പിന്നെ കണ്ണു തുറക്കുമ്പോൾ അന്നയുടെ കൈയെല്ലാം ഇപ്പോൾ കെട്ടിയിട്ടേക്കാണ്. അവൾക്ക് ബെഡിൽ നിന്ന് അനങ്ങാൻ കഴിയത്തില്ല. ഇപ്പോൾ കാണിക്കുമ്പോൾ അവളുടെ മുന്നിലെ അവിടുത്തെ പോലീസുകാരിയായിട്ടുള്ള എലൻ കൂപ്പർ, അവളാണ് മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ എലൻ അന്നയോട് പറയും, നിന്റെ അയൽക്കാരാണ് നീ ആ വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞത്, എന്തോ വീടിനകത്ത് നിന്ന് ഫയർ ചെയ്യുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട്. അതുമല്ല, നിന്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരെയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏലൻ അവളെ പരിചയപ്പെടുത്തും. അതേപോലെ തന്നെ അന്നയുടെ പേര് ചോദിക്കുമ്പോൾ അവൾ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്ന പോലെ, എന്നിരുന്നാൽ അവളുടെ പേര് പറയും. അപ്പോഴാണ് അവിടേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ഏലനെ വിളിച്ച് അവളോട് ചില കാര്യങ്ങൾ പറയുന്നത്. അന്നയുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ലൂപ്പിടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അധിക ദിവസം ജീവിക്കുമല്ലെന്ന് അറിയത്തില്ല. അതേപോലെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിക്കാം, പക്ഷെ അത് എത്രത്തോളം വർക്കാവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതേപോലെ അവളുടെ ഉള്ളിൽ ഡ്രഗിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റും അവളുടെ ദേഹത്തുണ്ട് എന്ന് അവളുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങളുള്ളതായിട്ടും ഈ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ചോദിക്കും, അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശം അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, അതല്ല, പക്ഷേ അവളുടെ മെച്യൂരിറ്റി അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ആരൊരാൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ വരുന്ന മെൻസ്ട്രൽ സൈക്കിൾ അത് ഡിലേ ആവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ആ ഡോക്ടർ അവിടെ നിന്ന് പോവും. അങ്ങനെ അത് കഴിഞ്ഞ് ഏലൻ നേരെ അകത്തേക്ക് വന്നിട്ട് നമ്മുടെ അന്നയെ കണ്ട് അവളോട് പറയും, ഇനി എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി നീ ഫ്രീ ആണെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ ആ ബെൽറ്റ് ഉണ്ടല്ലോ അതഴിച്ചങ്ങ് മാറ്റും. അപ്പോഴാണ് അന്ന അവളുടെ അച്ഛനെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ ഏലൻ പറയും,
നിന്റെ അച്ഛനൊരു കുഴപ്പമില്ല, സേഫ് ആയിട്ടുള്ള സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് അയാളെ കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല. പക്ഷെ അയാൾ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് അന്നയുടെ ടെസ്റ്റുകളെല്ലാം പരിശോധിച്ച് അവളിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിൽ നിന്നും അവൾ റിക്കവർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവളെ ഡിസ്ചാർജും ചെയ്യാൻ പോവാണ്. അവൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ബെല്ലിംഗ്ടൺ ഹൗസ് ആണ്. അവിടെ അവളെ എന്തായാലും കൊണ്ടുവിടാന്ന് പറയുമ്പോൾ എലൻ ഉണ്ടല്ലോ, അവൾ ഒരിക്കലും എന്നെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അന്നയെ പറഞ്ഞു വിടണോ എന്ന് എലൻ ചോദിക്കുന്നുണ്ട്. കാരണം അന്നെ ഇത്രയും കാലം ഒരു വീടിനകത്ത് അടഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം ഹീറോയിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആ ഡോക്ടറോട് പറയും ആ സ്ഥലത്തേക്ക് വിടണ്ടെന്ന്. പക്ഷേ ഡോക്ടർ പറയും വേറെ വഴിയില്ല, നമുക്ക് അവളെ അവിടേക്ക് വിട്ടേ മതിയാവും എന്ന് പറയുമ്പോൾ അവസാനം നമ്മുടെ അന്ന ഇതെല്ലാം കണ്ട് എഴുന്നേറ്റ് എലന്റെ നെറുകെ ഇങ്ങനെ കൈ ചൂണ്ടും. അതുപോലെ ഇവർക്ക് മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. DNA റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അന്നയുടെ യഥാർത്ഥ അച്ഛൻ അയാളാണോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ റിസൾട്ട് കിട്ടുന്നത് വരെ ഹീറോയിനോടൊപ്പം തന്നെ അന്ന നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് അവരന്നയെ ഹീറോയിനോടൊപ്പം പറഞ്ഞു വിടുകയാണ്. അന്ന ആദ്യമായിട്ടാണ് ഈ കാറിലൊക്കെ കയറുന്നത്, അതുകൊണ്ട് തന്നെ ആ പേടിയുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും അവളൊരു ചെറിയ കുട്ടി ആദ്യമായിട്ട് ലോകം കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ കണ്ടു മനസ്സിലാക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് റോഡ് സൈഡിലായിട്ട് ഒരു മൃഗത്തിന്റെ തോലെല്ലാം ധരിച്ച ഒരാള് അന്നയെ കണ്ട് അവളെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അന്നെ ചെറിയ രീതിയിൽ പേടിക്കും. അപ്പോൾ ഹീറോയും വിചാരിക്കും അവൾ ആദ്യമായിട്ട് വണ്ടിയിൽ കയറിയതുകൊണ്ടാണെന്ന് വിചാരിക്കുമ്പോൾ ഇല്ല പേടിക്കണ്ട, ഞാൻ എന്തായാലും മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അന്നയെ അവസാനം വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അന്നയ്ക്ക് ആഹാരമെല്ലാം കൊടുക്കുമ്പോഴത്തേക്കാണ് എലന്റെ സഹോദരൻ റേ കൂപ്പർ അവിടേക്ക് വരുന്നത്. അവൻ അന്നയെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതുപോലൊരു പെണ്ണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തേക്കും ആർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കും ഇതാരാന്ന് ചോദിക്കുമ്പോൾ എലൻ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ വലിയ രീതിയിൽ അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് തന്നെ കയറിപ്പോവും. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ടും അന്നയ്ക്കും വലിയ രീതിയിലൊന്നും മനസ്സിലാവുന്നില്ല. കാരണം അവൾക്ക് അവളുടെ അച്ഛനല്ലാതെ വേറെ ആരുമില്ലല്ലോ. അപ്പോൾ അവളുടെ ആ ഒരു ഇന്നസെൻസ് എലൻ പറയും അന്ന നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഞാനും എൻ്റെ സഹോദരനും മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ കുട്ടികളോ കാര്യങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം അന്നയെ നേരെ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ റൂമിൽ കിടക്കുമ്പോഴത്തേക്കും അന്ന അടുത്തുള്ള ആ ഒരു ജനാല നോക്കി നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ ചോദിക്കും അല്ല ജനാല ക്ലോസ് ചെയ്യണോ, നീ എന്ത് കണ്ടാ പേടിക്കുന്നേ ചോദിക്കുമ്പോൾ അവള് പറയും വൈൽഡ്ലിംഗ് ആ ക്രീച്ചറാണെന്ന് പറയുന്നതും അങ്ങനെ ഒരു ക്രീച്ചറിനെ പറ്റി അറിയത്തില്ല എന്ന് ഹെലൻ പറയും. അല്ല അതെന്താണെന്ന് അന്നയോട് ചോദിക്കുമ്പോൾ അന്ന പറയും അത് കുട്ടികളെ തിന്നുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഹെലൻ ചോദിക്കും ഓക്കെ, നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ നിനക്ക് അതിനെപ്പറ്റി അറിയത്തുള്ളൂ, നീ എന്നെങ്കിലും ആ ജീവിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഹെലൻ പറയുന്നത് ഓക്കെ, ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു മൃഗത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നീ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല, നീ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഏലൻ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. വെളിയിലേക്ക് പോകുമ്പോൾ തന്നെ അന്ന ഓടി വന്നിട്ട് ആ ഒരു ജനാലുണ്ടല്ലോ അത് അടയ്ക്കുന്നുണ്ട്. അടയ്ക്കുമ്പോഴാണ് അതിന്റെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലനെ കാണിക്കുമ്പോൾ എലനിപ്പോൾ അന്ന താമസിക്കുന്ന ആ ഒരു വീടിന്റെ ബേസ്മെന്റ് ഉണ്ടല്ലോ അവിടേക്ക് ഇറങ്ങി ചെല്ലും. അവിടെ വെച്ചിട്ട് അന്ന വരച്ചൊരു ഡ്രോയിങ് ഉണ്ടല്ലോ ഒരു ചെറിയ കുട്ടിയെ തിന്നുന്നത് പോലെ ആ ഡ്രോയിങ് അവൾ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ എലൻ അന്നയെ വിളിക്കാണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവളെ റൂമിൽ കാണുന്നില്ല, പകരം അവരുടെ ക്ലോസറ്റിലാണ് അവൾ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അന്ന എഴുന്നേറ്റിട്ട് അവിടുന്ന് നേരെ ബാത്റൂമിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ റേ നിന്ന് കുളിക്കുകയാണ്. പക്ഷെ അവൾക്കതൊന്നും വലിയ കാര്യമൊന്നുമല്ല. റേ ഇത് കണ്ട് നീ എന്താ ചെയ്യുന്നതല്ലോ ചോദിക്കുമ്പോൾ അവൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഷോപ്പിങ്ങിനായിട്ട് പോകും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ചു വരുന്നു. അതുപോലെ നമ്മുടെ റേക്കാണെങ്കിലോ ഇവിടുത്തെ താമസം അത്ര ഇഷ്ടമല്ല, കാരണം അവൻ ഈ ഒരു ലൈഫ് അത്ര ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഏലൻ സ്ഥലം മാറി വന്നതുകൊണ്ട് മാത്രമാണ് അവനിവിടെ കഴിയുന്നത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അപ്പോൾ ഇത് കണ്ട അന്ന പറയും അതൊരിക്കലും ചെയ്തത് തെറ്റാണ്, നീ എൻ്റെ സുഹൃത്തിനെ തിന്നാണെന്ന് പറയുമ്പോൾ അവൻ പറയും മനുഷ്യരും ഹാംസ്റ്റേഴ്സും ഒരിക്കലും ചെടിയിൽ നിന്നല്ല ഉണ്ടാവുന്നത്, അതെങ്ങനെയാണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവൾക്ക് പുതുതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏലൻ അന്നയുടെ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവളിപ്പോൾ തന്നെ പ്രായപൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് എല്ലാം വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതെല്ലാം അന്നയ്ക്ക് വാങ്ങിക്കൊടുക്കും. പക്ഷെ അന്നയ്ക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല. അവൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എല്ലാം നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം അന്നയെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടികളെല്ലാം മത്സരത്തിന് വേണ്ടി ഓടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് ഓടുമ്പോൾ അന്ന ഇത് കാണുന്നതും പെട്ടെന്ന് അവൾ ഈ കാടിനുള്ളിലൂടെ ഓടുന്നൊരു കാര്യം ആലോചിക്കുകയാണ്. അങ്ങനെ അതും ആലോചിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുന്നതും വേറൊരു പെണ്ണ് അവിടേക്ക് വന്നിട്ട് അന്നയെ വിളിക്കും. അങ്ങനെ അന്ന ആ പെണ്ണിനോട് സംസാരിച്ചിട്ടാണ് അവസാനം അന്ന ലൈബ്രറി എവിടെയാണെന്ന് ചോദിക്കും. അങ്ങനെ ലൈബ്രറി കാണിച്ചു കൊടുത്തിട്ട് ആ ഒരു പെണ്ണ്
അന്നയെ ഒരു പാർട്ടിയിൽ ക്ഷണിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും പാർട്ടി എന്താണെന്നുള്ള കാര്യം അന്നയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ നോക്കി ചിരിച്ചിട്ട് അവളോട് ഗുഡ് ബൈ പറഞ്ഞ് ആ പെണ്ണ് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ഒരു ബുക്ക് അവൾ വായിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഈ അറോറ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള ഒരു ബുക്ക് അവൾ വായിക്കും. അത് വായിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ആവും. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അന്ന കാലിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. ഇത് കാണുമ്പോൾ ആ ലൈബ്രറിയിൽ നിൽക്കുന്ന ബാക്കിയുള്ള പെൺകുട്ടികൾ അന്നയെ നോക്കി കളിയാക്കി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഈ പെണ്ണിനാണ് അവളുടെ അച്ഛൻ ഒരുപാട് കാലം ബേസ്മെന്റിൽ പൂട്ടിയിട്ടത് എന്നെല്ലാം പറഞ്ഞിട്ട് അന്നയെ ഒരുപാട് കളിയാക്കുന്നതും അന്നയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അന്ന ദേഷിച്ച് അവരെ നോക്കുന്നതും അവർ മൂന്നുപേരും പേടിച്ച് അവിടെ നിന്നങ്ങ് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോഴാണ് റെയിനെ 2 പയ്യന്മാർ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് അവനെ ബുള്ളി ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്നയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അന്ന കുറച്ചു നേരം അവിടെ നിൽക്കുന്നതും അവരിപ്പോൾ റേയെ ഡോറ് തുറന്ന് വെളിയിലേക്ക് വിടും. അങ്ങനെ റേ അവിടെ നിന്ന് നടന്നു പോകുമ്പോഴാണ് അതിലൊരുത്തൻ റേയുടെ വയറിന് നോക്കിയൊരു ഒറ്റയിടി. ഇത് കാണുന്ന അന്നയ്ക്ക് എന്തായാലും റേയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ചിന്ത വന്നിട്ട് അതിലൊരുത്തനെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പേടിച്ചു പോകും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അന്നയുടെ അടുത്തേക്ക് എലൻ വന്ന് അവളുടെ അടുത്തേക്ക് ഒരു മഞ്ഞ ഡ്രസ്സ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം അന്ന അടുത്തുള്ള കാടിനുള്ളിലൂടെ നടക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു മാനിനെ അവൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അവളൊരു മൃഗത്തെ പോലെ ആ മാനിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ പിറകെ ഓടുന്നു. പക്ഷെ അവൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ കാര്യം ഇതിനു മുന്നേ റോഡിൽ ഒരാൾ അന്നയെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നല്ലോ, അയാൾ ഇപ്പോഴും അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതേ കാര്യം അന്നയ്ക്ക് മനസ്സിലാവും. അങ്ങനെ അന്ന ഒരുപാട് നേരം ഈ മാനിന്റെ പിറകെ തന്നെ ഓടി ഓടി അവസാനം അവളെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഇപ്പോൾ അന്നയെ തടഞ്ഞു നിർത്താണ്. അങ്ങനെ അന്നെ പേടിച്ച് താടിക്കൊന്ന് വീഴുമ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അന്നയെ തടഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന വീണ്ടും സ്കൂളിലേക്ക് ചെന്ന് ആ ഒരു ലൈബ്രറിയിലേക്ക് കയറിയിട്ട് വൈൽഡ് ആനിമൽസ് എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ നഖങ്ങളുണ്ടല്ലോ, അതിലെന്തോ കറുത്ത മാർക്ക് വീഴുന്നത് അവൾ കാണുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന നേരെ വീട്ടിലേക്ക് വരുമ്പോൾ എലൻ ബേസിക് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അന്നയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ DNA ടെസ്റ്റിന്റെ റിസൾട്ടിൽ ഗബ്രിയൽ ഹാൻസൻ അയാൾ ഒരിക്കലും നിന്റെ യഥാർത്ഥ അച്ഛനല്ല എന്നുള്ള കാര്യവും തെളിഞ്ഞു. അപ്പോൾ ഇവളുടെ അച്ഛനായിട്ടുണ്ടായിരുന്ന അയാളുടെ പേര് ഗബ്രിയൽ എന്നാണ്. പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും അന്നയാണെങ്കിലോ അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ മൃഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് എലൻ വീണ്ടും അന്നയെ വിളിച്ചിട്ട് ഹേ അന്ന, നീ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിനക്കിപ്പോൾ അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ ഒരിക്കലും എന്നോടൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ നിയമം അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് എലൻ കൊടുത്ത ആ ഒരു മഞ്ഞ ഡ്രസ്സ് ഉണ്ടല്ലോ അത് വിട്ട് അന്ന വീടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്, സ്റ്റാറുകളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴാണ് റേയും അവളോടൊപ്പം അവിടേക്ക് വന്നിരുന്നിട്ട് അല്ല നീ എക്സാമിന് വേണ്ടി പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളത് വലിയ കാര്യമൊക്കെ അതേ ഇപ്പോൾ അവനോട് പറയും ഞാൻ ഈ അറോറ ലൈറ്റുകളില്ലേ അതൊരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ റേ പറയും അതെ ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം പോകണം അത് കാണണമെന്നുണ്ടെങ്കിൽ എന്നെല്ലാം റേ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ അന്ന ഈ മൃഗങ്ങൾ അവനെ മണത്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ സ്മെല്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വീണ്ടും പഴയതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും സിറ്റിയിൽ പലയിടങ്ങളിൽ നിന്നും വെളിച്ചവും അതേപോലെ തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് അന്ന ചോദിക്കുന്നത് അല്ല റേ ഇതെന്താ ഈ ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ റേ പറയും അത് ചിലപ്പോൾ ജെന്ന നടത്തുന്ന ആ ഒരു പാർട്ടി ആയിരിക്കാം എന്ന് പറയുമ്പോഴാണ് അന്ന് ആ ലൈബ്രറിയിൽ വെച്ചിട്ട് ഒരു പെണ്ണ് നമ്മുടെ അന്നയെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നല്ലോ, ആ പെണ്ണിന്റെ പേരാണ് ജെൻ. അതുകൊണ്ട് തന്നെ ഇവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഏലൻ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇവര് രണ്ടുപേരും പോകാനായിട്ട് നിൽക്കുന്നു. അല്ല എന്നാ നീ എവിടേക്കാ പോകുന്നേ ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാനൊരു പാർട്ടിക്ക് പോകാണെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും എത്തുന്നത് ആ ഒരു പാർട്ടിയിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ജെൻ അന്നയെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു പാർട്ടിക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അന്ന കാണുന്ന ഓരോ കാര്യങ്ങളും അവൾക്ക് പൊതുതാണ്. അവൾ ഓരോ കോർണറും നല്ലതുപോലെ തന്നെ നോക്കും. അങ്ങനെ അകത്തേക്ക് കയറിയിട്ടാണ് രണ്ടുപേരും എന്തോ മദ്യം കഴിക്കുന്നത്. അതും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഈ മദ്യം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ഡാൻസ് എല്ലാം കളിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് റേ അവളെ കിസ് ചെയ്യുന്നത്. അങ്ങനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അന്നയുടെ ചുണ്ട് അതിൽ നിന്ന് രക്തം വരുന്നു. എന്താണെന്നറിയാൻ കഴിയാതെ അന്ന പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറി ഡോറങ്ങ് അടയ്ക്കും. റേ അവളുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന അന്ന അവളുടെ രക്തം ഇങ്ങനെ തുപ്പുമ്പോഴത്തേക്കാണ് കൂടെ തന്നെ ഒരു പല്ലു ഇളകി വരുന്നു. അങ്ങനെ അവൾ നല്ലതുപോലെ അവളുടെ വായ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്നും ഒരു പല്ലുകൂടി ഇളകി വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് അവൾ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും വെളിയിൽ വന്ന റേ ഉണ്ടല്ലോ അന്ന നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാം, നീ വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അന്നയ്ക്ക് എന്തോ ഒരു പേടിയായിട്ട് അടുത്തുള്ള ആ ഒരു ജനാല തുറന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ അവൾ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ആരോ ഒരാള് അവളെ ഫോളോ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് വേഗത്തിൽ നടക്കും.
പലയിടങ്ങളിൽ നിന്നും എന്തോ മുറുകുന്നത് പോലെ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ പിറകിലൂടെ ഏതോ ഒരു മൃഗം വന്ന് അവളെ അറ്റാക്ക് ചെയ്യും. അവളെ ഇടിച്ച് താഴേക്കിട്ട് അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഡ്രസ്സെല്ലാം ഇങ്ങനെ വലിച്ചു കയറുന്നുണ്ട്. പക്ഷെ അന്നയാണെങ്കിൽ പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കടി. പക്ഷെ കടിച്ചു കഴിയുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അതൊരു മൃഗമല്ലായിരുന്നു, അതൊരു മനുഷ്യനാണ്. അതും ഈ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു പയ്യൻ. അതും ഏത് പയ്യനാണെന്നറിയോ? റിയോ ആയിട്ട് ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയൊരു പയ്യനുണ്ടല്ലോ, അവനായിരുന്നു. അങ്ങനെ അന്ന അവിടെ നിന്നും ആ ഒരു പകുതി കീറിയ ഡ്രസ്സ് ഉണ്ടല്ലോ അത് വിട്ടുകൊണ്ട് ഈ കാടിനുള്ളിലൂടെ ഓടുകയാണ്. അതുപോലെ അവളുടെ ദേഹം മുഴുവൻ രക്തമായി. എവിടെയെങ്കിലും പോയി ഒളിച്ചേ മതിയാവൂ. അങ്ങനെ കാടിനുള്ളിലൂടെ പോകുമ്പോൾ ഒരു പഴയ വീട് അവൾ കാണുന്നുണ്ട്. അങ്ങനെ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. കുട്ടിക്കാലത്ത് അവൾ നിന്നിരുന്ന ആ ഒരു വീടുണ്ടല്ലോ, ഇത്രയും കാലം അവളെ പൂട്ടിയിട്ടിരുന്നൊരു വീട്, അതേ വീട് തന്നെയാണിത്. കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ അവൾക്കത് മനസ്സിലായി. അങ്ങനെ അന്ന തൻ്റെ ബെഡിലേക്ക് പോയി കിടക്കും. അതുമല്ല, അവൾ ഇപ്പോൾ ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, ഒരുത്തനെ കൊന്നത്, ആ കാര്യത്തെ പറ്റിയെല്ലാം അവൾ നല്ലതുപോലെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതുമല്ല, അവളുടെ അച്ഛൻ പറഞ്ഞതെല്ലാം ഓർത്തു നോക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവളുടെ അച്ഛൻ ഒരിക്കലും ആ ഒരു മോൺസ്റ്ററിൽ നിന്നും അവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിച്ചിരുന്നത്. അതേപോലെ തന്നെ അയാള് മറ്റാരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടുമില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് അവൾ അവിടെ കിടന്ന് അടുത്ത ദിവസം രാവിലെ ആവുന്നതും അവളിപ്പോൾ എഴുന്നേറ്റ് അവളുടെ ദേഹത്തുള്ള ആ ഒരു രക്തം ഉണ്ടല്ലോ അതെല്ലാം കഴുകി കളയാണ്. അങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം അവളുടെ അച്ഛൻ്റെ തന്നെ 1-2 ഡ്രസ്സ് എടുത്തിട്ട് അവൾ അവിടെ നിന്ന് നേരെ എലന്റെ വീട്ടിലേക്ക് പോവും. അതുപോലെ ഇപ്പോൾ അവൾക്ക് അവിടേക്കുള്ള വഴി നല്ലതുപോലെ അറിയത്തില്ല. എന്നിരുന്നാലും അവൾ ആ റോഡിലൂടെ നടക്കുമ്പോൾ എല്ലാവരും വിചിത്രമായിട്ട് തന്നെ അവളെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലെ അവൾ എലനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഏലൻ അന്നയെ നേരെ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തു പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന്റെ വീടിന്റെ ഡോറ് ആരോ തട്ടുന്നത്. അങ്ങനെ ഏലൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അന്ന വീണ്ടും രക്തം തുപ്പുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഒരു പല്ലും കൂടി ഇളകി വരുന്നു. ഇവിടെ ഏലൻ വന്ന് ഡോർ തുറക്കുമ്പോൾ അവിടെ ഉള്ളത് റോജർ എന്ന് പറഞ്ഞൊരു പോലീസുകാരനാണ്. ഇപ്പോൾ റോജർ ഏലനോട് പറയും, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. റിച്ചാർഡ് ഫുള്ളറിന്റെ മകനെ ഇന്നലെ മുതൽ കാണാനില്ല. അവനൊരു പാർട്ടിയിൽ പോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ആ പാർട്ടിയിൽ നിന്നും അവൻ പുറത്തു പോയ കാര്യവും മറ്റാരും കണ്ടില്ല എന്നും പറയും. എന്ന് പറഞ്ഞിട്ട് അയാളെ സംശയിക്കുന്നത് പോലെ നമ്മുടെ അന്നയാണ് നോക്കുന്നത്. അന്ന അയാളെ കാണുന്നത് പെട്ടെന്ന് തിരിയുമ്പോൾ റോജർ പറയും, ഓക്കെ, ഈ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന ഇപ്പോൾ റൂമിലിരുന്ന് തൻ്റെ നഖത്തിലെ നെയിൽ പോളിഷ് ചെയ്യുമ്പോഴത്തേക്കും ഏലൻ അവിടേക്ക് കയറി വരും. എന്നിട്ടാണ് അന്നയോട് ചോദിക്കുന്നത്, അന്ന, ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറയണം. നീ ഇന്നലെ രാത്രി ലോറൻസിനെ എന്തെങ്കിലും ചെയ്തോ? കാരണം ഇല്ല, കാണാതായ പയ്യന്റെ പേര് ലോറൻസ് എന്നാണ്. പക്ഷെ അന്ന മറുപടി ഒന്നും പറയത്തില്ല. അപ്പോൾ ഏലന് ദേഷ്യം വന്നിട്ട് അവളെ പിടിക്കുമ്പോഴത്തേക്കും റേ അകത്തേക്ക് കയറി വന്നിട്ട്, ഏലൻ, നീ എന്തായാലും വെളിയിൽ നിൽക്ക്, ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഏലനെ പുറത്തേക്ക് വിട്ടിട്ട് ഇപ്പോൾ റേ അവളോട് സംസാരിക്കാൻ വരികയാണ്. എന്നിട്ട് റേ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആ രക്തം പറ്റിയ കാര്യം ഞാൻ ഒരിക്കലും മറ്റാരോട് പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ വായ ഇങ്ങനെ പിടിച്ച് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ വായിനുള്ളിലെ ഒരുപാട് പല്ലുകളും ഇപ്പോൾ കാണാനില്ല. ഇത് കണ്ട റേ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഏലനെ വിളിച്ച് അവളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവര് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ അന്ന എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ള ആ ഒരു ജനാല തുറന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ കാടിനുള്ളിലേക്ക് ഓടിപ്പോവാണ്. കാരണം അവൾക്ക് ഇപ്പോൾ ആരുടെയും സഹായം ആവശ്യമില്ല. അങ്ങനെ കുറേ ദൂരെ ഓടിയതിനു ശേഷം ഇപ്പോൾ രാത്രിയാവുമ്പോൾ അവളൊരു വീടിന് മുകളിലേക്ക് കയറി എന്നിട്ട് ആ ഒരു ടൗണിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ മനസ്സിലാക്കും, ഇനി ഒരിക്കലും അവൾ ആ ടൗണിൽ നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് കാട്ടിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് കാടിനുള്ളിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ കുറേ ദൂരം കാടിനുള്ളിൽ പോകുമ്പോഴാണ് ഒരു വെളിച്ചം അവൾ കാണുന്നത്. അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെ ഫോളോ ചെയ്ത ഒരാളുണ്ടല്ലോ, അയാൾ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അവൾക്ക് കഴിയാണ്ട് കുറച്ച് മീറ്റ് ഇട്ട് കൊടുക്കും. അതെടുത്ത് കഴിക്കുമ്പോഴാണ് അവളുടെ പല്ല് അയാൾ പരിശോധിക്കുന്നു. അവൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് അയാൾ പറയുന്നത്, അതിനുവേണ്ടി ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. അതേപോലെ നിന്നെ പോലെയുള്ള ഒരുപാട് പേരെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 16 വർഷമായിട്ട് നിന്നെ പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷ്യസിനെ ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനു മുന്നേ വേട്ടക്കാരെ നിന്നെ പോലെയുള്ള ഒരുപാട് പേരെ കൊന്നൊടുക്കി. അതിനുശേഷം ഞാൻ നിന്നെ പറ്റി അറിഞ്ഞത്, അങ്ങനെ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അന്നയോട് നിന്റെ യഥാർത്ഥ അമ്മ എവിടെയാണെന്ന് എനിക്കറിയാം, കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടി ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കുറേ ദൂരം അവളെ ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് അവളെ പോലെ തന്നെയുള്ള ക്രീച്ചറിന്റെ അസ്ഥികൾ അവിടെ കിടക്കുന്നത് കാണുന്നത്. അവിടെ വെച്ചാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നത്. ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അച്ഛനായിട്ട് ഉണ്ടായിരുന്ന ഒരുത്തനുണ്ടല്ലോ, അയാൾ സത്യത്തിൽ ഒരു ഹണ്ടർ ആയിരുന്നു. അങ്ങനെ അന്നയെ പോലെ തന്നെ ക്രീച്ചറുകളായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ടായിരുന്നു. അവരെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോയിരുന്നത്. അങ്ങനെ എല്ലാത്തിനെയും ഹണ്ട് ചെയ്തതിന് ശേഷമാണ് ഒരു സ്ത്രീ ആയിട്ടുള്ള ക്രീച്ചറിന്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കുമ്പോൾ അതിനൊരു കുഞ്ഞുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ അവർ കൊല്ലാനായിട്ട് ആദ്യം തീരുമാനിക്കും. പക്ഷേ ഗബ്രിയലിന് ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് കഴിയത്തില്ല. അയാളുടെ മനസ്സ് അതിനെ അനുവദിക്കാതെയാണ് ആ കുഞ്ഞിനെ അയാൾ എടുത്തുകൊണ്ട് പോകുന്നത്. ആ കുഞ്ഞ് വേറെ ആരുമല്ല, അത് അന്നയാണ്. അങ്ങനെയാണ് ഗബ്രിയൽ തീരുമാനിച്ചത്, അവളുടെ അമ്മയെ പോലെ അവളെ ഒരു മോൺസ്റ്ററായിട്ട് മാറണ്ട, ഒരു മനുഷ്യനായിട്ട് തന്നെ വളർത്താമെന്നും പറഞ്ഞ് ആ വീടിനകത്ത് അവളെ വളർത്താൻ തുടങ്ങി. അതേപോലെ തന്നെ അവൾ പ്രായപൂർത്തിയായാൽ മാത്രമേ അവൾ ആ ഒരു മോൺസ്റ്ററിലേക്ക് മാറത്തുള്ളൂ. അതുകൊണ്ടാണ് അവളെ പ്രായപൂർത്തിയാവാൻ സമ്മതിക്കാതെ ആ ഒരു മരുന്ന്
അവളുടെ ദേഹത്തേക്ക് കുത്തിവെച്ചോണ്ടിരുന്നത്. അങ്ങനെ ഇത്രയും മനസ്സിലാക്കിയ നമ്മുടെ അന്ന ഇപ്പോൾ ഗബ്രിയലിനെ കാണാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അയാളെ കാണാൻ ചെല്ലുമ്പോൾ അവളെ കൊണ്ട് എന്തോ അത് കഴിയുന്നില്ല. അങ്ങനെ അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെയും കാടിനുള്ളിലേക്ക് തന്നെ ഓടും. ഇവിടെ നമ്മുടെ അലനെ കാണിക്കുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന പയ്യനുണ്ടല്ലോ, അവന്റെ അടുത്തായിട്ട് വേറൊരു പെൺകുട്ടിയുടെ ഡ്രസ്സ്, അതൊരു മഞ്ഞ ഡ്രസ്സ് കിടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് അന്നയ്ക്ക് അവൾ കൊടുത്ത ഡ്രസ്സ് തന്നെയാണെന്ന്. അതുപോലെ അന്ന ജീവിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ വരച്ചിരുന്ന ഒരു ഫോട്ടോ അവൾ കണ്ടിരുന്നല്ലോ. ആ ഫോട്ടോയും ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ എലന് മനസ്സിലായി അന്ന എന്തായാലും സാധാരണ ഒരു മനുഷ്യ സ്ത്രീയല്ല, അവളൊരു മോൺസ്റ്റർ ആണെന്ന്. അങ്ങനെ അതെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് അന്ന പെട്ടെന്ന് തന്നെ ഈ ഒരു വീടിനകത്തേക്ക് ഓടി വന്നിട്ട് എലനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ എലൻ അവളുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കും അന്നയുടെ കയ്യിൽ ആ വിരലുകളെല്ലാം മാറുന്നുണ്ട്. ഇത് കാണുന്ന എലൻ പെട്ടെന്ന് തന്നെ ആ ഒരു കൈവലം എടുത്ത് അന്നയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ റേ അവിടേക്ക് കയറി വരുന്നത്. അല്ല, എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ എലൻ പറയും, ഇതുപോലെ മരിച്ചുപോയ ഒരു പയ്യന്റെ അടുത്ത് ഇവളുടെ ഡ്രസ്സ് കണ്ടുപിടിച്ചു, അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നത് ഇവളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നയെ നേരെ ജയിലിലേക്ക് കൊണ്ട് അടച്ചിടും. എന്നിട്ട് അന്നയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യം എന്താണെന്ന് എലൻ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന ഒന്നും മിണ്ടത്തില്ല. അവൾക്ക് നല്ല ദേഷ്യമാണ്. കാരണം അവൾ അത്രയും സ്നേഹിച്ചാണ് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ഏലൻ അവളെ ചതിച്ചു. ആ ദേഷ്യത്തിൽ അന്ന മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് ആ ജയിലിനകത്ത് വെച്ച് തന്നെ അവളുടെ പല്ലുകൾ നോക്കുമ്പോൾ അവളുടെ അമ്മയ്ക്കുണ്ടായിരുന്ന അതേ പല്ലുകൾ പോലെ അവളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും അന്ന ഇപ്പോൾ അതിനകത്തിരിക്കുമ്പോഴാണ് അവൾക്ക് എന്തോ ഒരു സ്മെല്ല് അനുഭവപ്പെടാൻ കഴിയുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ അത് ഗബ്രിയലാണ്. ഇപ്പോഴാണ് ഗബ്രിയേൽ വന്നിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നത്. എന്നിട്ട് അയാൾ എന്തുകൊണ്ടാണ് അവളെ എടുത്ത് വളർത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അയാൾ കൊടുക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അതെടുത്ത് കൊടുത്തിട്ട് ഇത് കുത്തിയിട്ട് നീ വേറെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാൻ പറയുമ്പോൾ അന്ന ചോദിക്കും, അല്ല ഇതെല്ലാം അറിയാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് ആ കാര്യം നേരത്തെ പറഞ്ഞില്ല, ഞാനൊരു വൈഡലിംഗ് ആണെന്ന്. അപ്പോഴാണ് ഗബ്രിയേൽ പറയുന്നത്, അതിനെന്നെ കൊണ്ട് കഴിഞ്ഞില്ല നിന്നെ എവിടേക്കും വിടാൻ വേണ്ടിയിട്ട്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ അതെന്റെ തെറ്റായിരുന്നു, അതെനിക്കിപ്പോൾ മനസ്സിലായി എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് സോറി പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഏലൻ അന്നയുടെ വസ്ത്രങ്ങളെല്ലാം മാറാൻ വേണ്ടി ആ സെല്ലിനടുത്തേക്ക് വന്നിട്ട് സെല്ല് തുറന്നു നോക്കുമ്പോൾ അന്ന കട്ടിലിനടിയിൽ കിടക്കുന്നു. നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ വിളിക്കുമ്പോഴത്തേക്കും അന്ന പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഏലനെ അറ്റാക്ക് ചെയ്ത് അതിനകത്ത് തന്നെ പൂട്ടിയിടും. എന്നിട്ട് അന്ന രക്ഷപ്പെട്ട് ആ ഒരു സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലിറങ്ങുമ്പോഴാണ് നമ്മുടെ റേ ആ കാറിലിരിക്കുന്നു. ഓടി വന്നിട്ട് റേയോട് പറയും, റേ എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞ് റേ ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് അന്നേനെ കൊണ്ട് പോവാണ്. അങ്ങനെ കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് അന്ന പറയുന്നത്, എന്നെ ഈ നോർത്ത് ഇന്ത്യൻ ലൈറ്റ്സ് ഉള്ള ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറയുമ്പോൾ റേ ചോദിക്കും, അല്ല നിനക്കെന്താ ഭ്രാന്താണോ, നീ എന്തിനാ അവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത്, ഞാനൊരു വൈഡലിംഗ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് അവിടേക്ക് പോകേണ്ടത് എന്ന് പറയുമ്പോൾ റേ പെട്ടെന്ന് വണ്ടി നിർത്തും. എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി കാടിനകത്തേക്ക് നടന്നുവാണ്. പക്ഷേ റേയും അവിടെ നിന്ന് പോകത്തില്ല, അവളുടെ പിറകെ തന്നെ നടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദൂരം നടന്ന് കടന്ന് രണ്ടുപേരും ഈ കാടിന് നടുവിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കുളമുണ്ട്. അതിൽ നമ്മുടെ അന്ന കുളിക്കാനായിട്ട് ഇറങ്ങും. അങ്ങനെ കുറേ നേരം അവിടെ സമയം ചെലവഴിച്ചിട്ട് ഇപ്പോൾ റേ കാട്ടിൽ തീയെല്ലാം കൂട്ടിയിട്ട് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുപോലെ അന്നയാണെങ്കിൽ നല്ലതുപോലെ നനഞ്ഞിട്ടുള്ളത് കൊണ്ട് റേ അവളുടെ അടുത്തേക്ക് വന്ന്, ഹേയ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് പനി പിടിക്കും, അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സ് ഊരാനായിട്ട് അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നതും രണ്ടുപേർക്കും പെട്ടെന്ന് ടെൻഷനായിട്ട് അടുത്തത് എന്താണ് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്നയ്ക്കും അത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് രണ്ടുപേരും അന്നത്തെ രാത്രി മുഴുവനായിട്ടും റൊമാൻറ്റിക് ആയിട്ടിരിക്കുക തന്നെയാണ്. അതേസമയം ഇവിടെ ഗബ്രിയലിനെയും അതേപോലെ തന്നെ റോജറിനെ കാണിക്കുമ്പോൾ റോജർ ഇപ്പോൾ ഗബ്രിയലിനോട് പറയും, നമുക്ക് മറ്റൊരു ഹണ്ടിങ്ങിന് പോയാലെന്ന് ചോദിക്കുമ്പോൾ ഗബ്രിയൽ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. അയാളൊരു കോടായി എടുത്തിട്ട് ആ പെൺകുട്ടികളെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് പറഞ്ഞ് റോജറിനെ അവിടെ തടയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ റോജർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം അന്ന എഴുന്നേറ്റ് നോക്കുമ്പോൾ റേ നല്ല ഉറക്കം. അതുപോലെ കാടിന്റെ പലയിടങ്ങളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അന്ന റേയെ വിളിച്ചിട്ട് കാടിനുള്ളിലൂടെ നടന്നു പോകുന്നതും വേറൊന്നുമല്ല, ഈ കാടിനകത്തെ ഹണ്ടർമാരും അതേപോലെ തന്നെ നമ്മുടെ ഏലനും ഇവരെ അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഈ നായ്ക്കൾ വരുന്ന ആ ഒരു കാര്യം അന്ന നല്ലതുപോലെ തന്നെ മനസ്സിലാക്കും. എന്നിട്ട് റേയെ പിടിച്ച് പെട്ടെന്ന് ഓടാൻ പറയും. അങ്ങനെ രണ്ടുപേരും ഓടി ഈ കാടിന് വെളിയിലേക്ക് വരുമ്പോൾ കുറച്ച് പുല്ലുള്ളൊരു ഭാഗമാണ്. അവിടെ എത്തുമ്പോഴാണ് കുറച്ച് വേട്ടക്കാര് അവിടെ നിന്ന് ഇവരെ രണ്ടുപേരും കണ്ടിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ രണ്ടുപേരും താഴെ കിടക്കുമ്പോൾ ഇതിൽ നമ്മുടെ റേക്ക് ഉണ്ടല്ലോ അവന്റെ കയ്യിൽ ബുള്ളറ്റ് കൊള്ളുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്ന അന്ന റേയെ കരയാൻ സമ്മതിക്കാതെ പതിയെ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ഈ മരങ്ങൾക്കിടയിലൂടെയും എല്ലാം ഇഴഞ്ഞിഴഞ്ഞ് ഒരു വിധത്തിലെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് എത്തും. നോക്കുമ്പോൾ താഴെ വലിയൊരു പുഴയാണ്. അതുപോലെ ഇവരുടെ പിറകെ തന്നെ ആ ഹണ്ടർമാരുണ്ട്. വേറെ വഴിയില്ലാതെ രണ്ടുപേരും ആ പുഴയിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ വെള്ളത്തിലേക്ക് ചാടിയ രണ്ടുപേരും ഒരു വിധത്തിൽ കരയിലേക്ക് വന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ റേ പറയുന്നത്, അന്ന നമുക്ക് തിരിച്ച് എലന്റെ അടുത്തേക്ക് പോവാം, അവൾ നമ്മളെ രക്ഷിക്കും, അവൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അന്ന ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അവൾ ആ തകർന്ന ഹൃദയത്തോടെ അവനെ നോക്കി അവിടെ നിന്ന് നടന്നു പോവാണ്. കാരണം അവനോടൊപ്പം പോകാനായിട്ട് അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ കാടിനുള്ളിൽ ഇവരെ രണ്ടുപേരും അന്വേഷിക്കുന്ന അലൻ ഒരു വിധത്തിൽ നമ്മുടെ റേയെ കണ്ടുപിടിക്കും. അവന്റെ കയ്യിലുള്ള ആ മുറിവും കണ്ടിട്ട് നിന്നെ ആരെ ഷൂട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഹെലൻ പറയും, എനിക്ക് അറിയത്തില്ല അത്.
അതുമല്ല അന്ന നമ്മളെ വിട്ട് പോയെന്നും കൂടി പറയുന്നതും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്നയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ രാത്രിയിൽ നല്ലതുപോലെ വിഷം കന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരു മാനിനെ വേട്ടയാടാൻ വേണ്ടി അതിനെ പിടിക്കാൻ വേണ്ടി അവളുടെ പിറകെ പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ മാനിനെ പിടിക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല. അതുപോലെ രാത്രിയാവുമ്പോൾ നല്ല മഴ പെയ്യുന്നു. ഇപ്പോൾ മഴയത്ത് മഴ നനയാതെ ഒരിടത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ഹണ്ടർമാരുണ്ടല്ലോ, ഗേബ്രിയൽ, റോജർ, ഇവരെല്ലാവരും ആളെ കൂട്ടി കാടിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കാര്യം അന്ന മനസ്സിലാക്കുന്നുണ്ട്. അതുമല്ല ഇവരെ പേടിച്ച് പലയിടങ്ങളിലായിട്ട് അന്ന ഓടി ഒളിക്കുകയാണ്. ഒരവസരത്തിൽ അവർ കാണാതിരിക്കാൻ വേണ്ടി അവളുടെ മുഖത്ത് ചെളിയെല്ലാം വാരിത്തേച്ച് അവളുടെ രൂപം തന്നെ അവൾ മാറുന്നുണ്ട്. അങ്ങനെ ഈ ഹണ്ടർമാരാണെങ്കിലോ അവളുടെ മുടി കണ്ടുപിടിക്കുന്നതും അവൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അവരവിടെ മുഴുവനായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷെ നമ്മുടെ അന്നയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 3 മാസമായി. ഹണ്ടർമാരാണെങ്കിലോ ഇപ്പോഴും അന്നയെ നിർത്താതെ അന്വേഷിക്കുന്നുണ്ട്. അന്നയുടെ അവസ്ഥ നോക്കുമ്പോൾ അവൾ ആ ഒരു മോൺസ്റ്ററായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമല്ല അവൾ ആ കാടിനകത്ത് ജീവിച്ച് ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിൽ ജീവിക്കാനായിട്ട് അവളെ കൊണ്ട് ഇപ്പോൾ കഴിയും. അങ്ങനെ ഇവിടെ നമ്മളെ റേയെ കാണിക്കുമ്പോൾ അവനൊരു ദിവസം നടന്നു വരുന്ന സമയത്താണ് റോജറും അവന്റെ ആളുകളും കുറെ ക്യാനുകളിലായിട്ട് പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കാണുന്ന റേ പെട്ടെന്ന് തന്നെ എലനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം റോജർ അവരോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റോജറിനെ അവന്റെ ടീമിനെ കാണിക്കുമ്പോൾ അവരെല്ലാവരും കാടിനകത്തേക്ക് വീണ്ടും നമ്മുടെ അന്നയെ ഹണ്ട് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് വന്നേക്കാണ്. ഇത് മനസ്സിലാക്കി അന്ന എന്താ ചെയ്യുന്നറിയോ, ഇപ്പൊ ഓരോരുത്തരായിട്ട് ഒളിച്ചിരുന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവരെല്ലാവരെയും അവൾ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് മനസ്സിലാക്കിയ നമ്മുടെ എലൻ ഉണ്ടല്ലോ, അവളും കാടിനുള്ളിലേക്ക് വരുമ്പോൾ അവരുടെ എല്ലാവരുടെയും വണ്ടിയോടെ കിടപ്പുണ്ട്. പക്ഷേ ആ ഹണ്ടർമാരാരെയും കാണുന്നില്ല. ഈ കാടിനുള്ളിലാണെങ്കിലോ റോജർ വേറൊരു ഹണ്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അന്നയെ പിടിക്കാൻ വേണ്ടി സ്നൈപ്പറുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ അന്ന ആ ഒരു ഹണ്ടറിനെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഒരു ട്രാപ്പിൽ അയാളെ കൊടുക്കും. അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കും. അപ്പൊ ഇതൊന്നും അറിയാതെ എലൻ ഇതിനകത്തേക്ക് നടന്നു വരുമ്പോൾ മരിച്ചു കിടക്കുന്ന ഓരോരുത്തരുടെ ശരീരം കാണും. ഇത് കണ്ട് അവൾ പെട്ടെന്ന് തന്നെ പോലീസിലേക്ക് കാര്യം അറിയിക്കാനായിട്ട് അവളുടെ ഫോൺ എടുക്കുമ്പോൾ റോജർ പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് നിന്റെ തോക്ക് താഴെ പോയി, ഒരു കാരണവശാലും ഇവിടേക്ക് ആരെയും വിളിക്കരുത്. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ എലൻ അവളുടെ തോക്ക് താഴേക്ക് വെക്കുകയാണ്. അങ്ങനെ എലനോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിലൂടെ വന്ന അന്ന അവന്റെ കഴുത്ത് പിടിച്ചൊരു ഒറ്റ തിരിപ്പ് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. എന്നിട്ട് എലന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ എലൻ പേടിച്ച് അവളുടെ കയ്യിലുള്ള തോക്കെടുത്ത് അന്നയെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവളൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അന്ന ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അതിന്റെ കാരണക്കാരൻ റേ ആണ്. അതുകൊണ്ട് എലനും അവളെ ഒന്നും ചെയ്തില്ല. അപ്പൊ ഇത് കണ്ട അന്ന പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവും. പക്ഷേ മറ്റൊരിടത്താണ് ബാക്കിയുള്ള ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, അവർ ഈ കാടിന് ചുറ്റുമായിട്ടും തീയിടും അന്നയെ കൊല്ലാൻ വേണ്ടി. ഇപ്പൊ അന്നയ്ക്കാണെങ്കിലോ വേറെ എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം അവളുടെ ചുറ്റിനും തീ പടർന്നു വരികയാണ്. അതുകൊണ്ട് അന്ന അവിടെയുള്ള വലിയൊരു ഗുഹയുണ്ട്, അതിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കും. പക്ഷേ ഈ തീ നല്ലതുപോലെ കത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പുക കയറി അന്നയ്ക്ക് അധിക നേരം അതിനകത്ത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന കണ്ണു തുറന്ന് ഇപ്പൊ തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി പോകുന്നതും അവളുടെ പിറകെ ആരോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, ഗേബ്രിയലാണ്. അങ്ങനെ അന്ന താഴെ വീണിട്ട് അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയായി പോയി. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കത്തി എടുത്ത് അവളുടെ വയറിലേക്ക് വെച്ചിട്ട് ആ കുഞ്ഞിനെ പുറത്തെടുക്കാൻ നോക്കുന്നു. അന്നയ്ക്കിപ്പോ അനങ്ങാനും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ അകത്തേക്ക് ഒരു തീ കത്തിച്ചുകൊണ്ട് വന്നിരുന്നു. അതെടുത്ത് അവന് നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവൻ കാണാതെ അവിടെ നിന്ന് ഒളിച്ചങ്ങ് മാറും. അപ്പോൾ ഗബ്രിയേല് അന്നയെ ചുറ്റിനും നോക്കാണ്. അപ്പോഴാണ് പെട്ടെന്ന് പുറകിലൂടെ വന്ന അന്ന അവനെ പിടിച്ചു വെച്ചിട്ട് ഇപ്പോ ഗബ്രിയലിന്റെ കഴുത്തിലേക്ക് കടിച്ച് ഗബ്രിയലിനെ അവിടെ വെച്ച് കൊല്ലുന്നു. അത് കൊടൂരായിട്ട്. അത് കഴിഞ്ഞ് അന്നയും തളർന്ന് താഴേക്ക് വീഴുന്നു. അത് കഴിഞ്ഞ് അന്ന ഇപ്പൊ കണ്ണു തുറക്കുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു മുന്നേ അവളെ ഫോളോ ചെയ്ത അവളെ സഹായിച്ച ഒരാളുണ്ടല്ലോ, അയാൾ തന്നെയാണ് ഇപ്പോഴും അവളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ ഒരു കുഞ്ഞെന്തായാലും സുരക്ഷിതമായിരിക്കും. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോഴാണ് ഈ തീയെല്ലാം കത്തിക്കഴിഞ്ഞ് ഹണ്ടേഴ്സും അതേപോലെ തന്നെ ഫയർ ഫൈറ്റേഴ്സും ഇവിടേക്ക് വന്ന് ഈ തീയെല്ലാണെങ്കിലും അവരോടൊപ്പം തന്നെ നമ്മുടെ റേയും എലനും അന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും അന്വേഷിച്ച് വരുമ്പോഴാണ് ഒരു പുഴയുടെ അപ്പുറത്തായിട്ട് വലിയൊരു മലയുണ്ട്. അവിടെയാണ് നമ്മുടെ അന്ന ഉണ്ടെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കും. പക്ഷെ അവര് രണ്ടുപേരും ആ പുഴ കഴിഞ്ഞിട്ട് ഒരിക്കലും ആ വശത്തേക്ക് പോകത്തില്ല. ഇപ്പൊ ഈ മൂവി അവസാനിക്കാറാകുമ്പോൾ അന്ന തന്റെ കുഞ്ഞിനെയും കൊണ്ട് നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടല്ലോ, അത് കത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവളുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം അവൾ ഇതോടെ നിറവേറ്റി. അപ്പൊ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് അന്ന ഇനി അവളുടെ ജീവിതം ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.